രാവിലെ യാത്ര തിരിച്ച അതേ ബസ്സിൽ എത്തിയ ഞങ്ങളെയും കൊണ്ട് പച്ചപുതച്ച പാടങ്ങൾക്കിടയിലൂടെ ബസ് ഓട്ടം തുടർന്നു. കൃഷിയിടങ്ങൾക്കകലെ ഒരു വലിയ കുന്ന് ഇടിച്ച് നിരപ്പാക്കി ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്നു. വെള്ളാരം പാറകൾ ഖനനം ചെയ്തെടുക്കുന്ന പ്രദേശമാണിത്. പട്ടണത്തിലെ ഒട്ടുമിക്ക കേന്ദ്രങ്ങളിലും കെട്ടിട നിർമ്മാണത്തിന് ഇവിടെ നിന്നുള്ള പാറകളാണ് ഉപയോഗിക്കുന്നത്. പാറ ഖനനത്തിനാവശ്യമായ യന്ത്രങ്ങൾ, തൊഴിലാളികൾ, ഷെഡുകൾ എന്നിവയെല്ലാം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. പാറമടകളെ തോൽപ്പിച്ച് അവയെ പിന്നിലാക്കി ഞങ്ങളുടെ ബസ് മുന്നേറുകയാണ്. പെട്രോൾ പമ്പിന് സമീപമെത്തിയപ്പോൾ ഡ്രൈവർ പേഴ്സിൽ നിന്നും ഏതോ ഒരു കാർഡ് എടുത്തു പോകുന്നത് കണ്ടു. പമ്പിലെ കൗണ്ടറിലെത്തി കാർഡിട്ട് ആവശ്യമായ തുകയൊടുക്കി അദ്ദേഹം തന്നെ ബസ്സിൽ എണ്ണയടിക്കുന്നതും കാണാമായിരുന്നു. പ്രത്യേക ജോലിക്കാർ ഇതിനായി ഇവിടെ ഇല്ലെന്ന് തോന്നി. എന്നാൽ കാറുകൾക്ക് ഡീസൽ ഒഴിക്കാനായി പമ്പിൽ ജീവനക്കാരുണ്ട്. ഒരാൾ കാറിന്റെ ഗ്ലാസ് നന്നായി തുടച്ച് വൃത്തിയാക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഈ രീതി നിലവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള നന്ദ്യാർവട്ട പൂവിന്റെ ചന്തത്തോടെ ഒരു വെളുത്ത പൂവ് വിടർന്ന ചെറു കാറ്റിലാടുന്നു. പമ്പുകളെല്ലാം നല്ല വൃത്തിയുള്ളതാണ്. പമ്പിനോടനുബന്ധിച്ച് കോഫി ക്ലബ്ബുകളും വിശ്രമ കേന്ദ്രങ്ങളും ഇവിടെയുണ്ട്. ഏറെ നേരം യാത്ര ചെയ്ത് ക്ഷീണിക്കുന്നവർക്ക് ക്ഷീണമകറ്റാൻ ഇത്തരം സെന്ററുകൾ ഉപകാരപ്രദമാണ്. ഇന്ധനം നിറച്ച ഞങ്ങളുടെ ബസ് സമീപത്തെ ഷോപ്പിംഗ് മാളിലേക്ക് കടന്നു. പിസയിലെ ഷോപ്പിംഗ് മാളുകൾ ഏറെ പ്രശസ്തമാണ്. വിവിധതരം കോളകളും ലഘുഭക്ഷണങ്ങളും ആവോളം വാങ്ങിക്കഴിക്കുകയാണ് സന്ദർശകർ. പ്ലാസ്റ്റിക്കും സ്പോഞ്ചും കൊണ്ടുണ്ടാക്കിയ കൗതുക വസ്തുക്കൾ, നാവിൽ വെള്ളമൂറുന്ന ആഹാര പദാർത്ഥങ്ങൾ എല്ലാം കണ്ടു നടന്ന എൻ്റെ ക്യാമറ പെട്ടെന്നാണ് വറ്റൽ മുളകിൽ ഉടക്കി നിന്നത്.
വറ്റൽ മുളകുകൾ ഭംഗിയായി കോർത്ത് കെട്ടിയിരിക്കുന്നു. എപ്പോഴും എരിവ് മാത്രം തരുന്ന വറ്റൽ മുളക്. ഇവിടെ മുളക് കൊണ്ടൊരു കവിത രചിച്ചിരിക്കുകയാണ് ഒരു കലാകാരൻ. ആരു കണ്ടാലും ഒന്നുകൂടി നോക്കി നിന്നു പോകും വിധമാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ആരുടെ ബുദ്ധിയിൽ വിടർന്ന കൗതുകമാണെങ്കിലും ആ കലാകാരനെ അംഗീകരിക്കാതിരിക്കാൻ വയ്യ. മൂങ്ങകളുടെയും ആമകളുടെയും പ്രതിമ മനോഹരമായി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നുണ്ടിവിടെ. ഹോട്ടലിൽ ലഭിക്കുന്ന ആഹാര സാധനങ്ങളുടെ മെനു ലിസ്റ്റ് പ്രദർശിപ്പിച്ചിരിക്കുന്നതിലും ഒരു പ്രത്യേകതയുണ്ട്. ഏറെ സമയമായി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ഞങ്ങളുടെ ബസ്സിലെ ഡ്രൈവർ ഒരു ഗ്ലാസ് ചായ എനിക്ക് കൊണ്ടുതന്നു. പലതരം മൃഗങ്ങളുടെ മാംസം വിൽക്കുന്ന സ്റ്റാൾ ആണിത്. തേറ്റകൾ പുറത്തു കാട്ടിയ ഒരു പന്നിയുടെ തലയാണ് ഇവിടെ നമ്മെ സ്വീകരിക്കുന്നത്. പച്ചയും ഉണക്കിയതുമായ വിവിധ ഇറച്ചി കഷ്ണങ്ങൾ അവയുടെ വിലയും തൂക്കവും രേഖപ്പെടുത്തി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരിക്കുന്നു. വലിയ ഇറച്ചി കഷ്ണങ്ങൾ വാങ്ങാൻ താൽപ്പര്യമില്ലാത്തവർക്കായി അവയെല്ലാം കേടുകൂടാത്ത വിധം കവറുകളിൽ അടച്ചും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇവയെല്ലാം കണ്ടു നടന്ന എന്നെ ഏറ്റവും അധികം ആകർഷിച്ച മറ്റൊരു ദൃശ്യം ഷോപ്പിനകത്ത് പ്രദർശിപ്പിച്ചിരുന്ന ഒരു ശില്പമാണ്. കോഴിയെയും കക്ഷത്തിലിടുക്കി തലയെടുപ്പോടെ നടന്നു പോകുന്ന ഒരു കുറുക്കൻ്റെ ശില്പമായിരുന്നു അത്. ഒന്നുകൂടി ശ്രദ്ധിച്ചപ്പോഴാണ് ഞാൻ കണ്ടത് കുറുക്കൻ്റെ വലത് കൈയിൽ ഒരു തോക്കുകൂടിയുണ്ട്. കോഴിയെ വെടിവെച്ചിട്ട് കൊണ്ടുപോവുകയാണ് ഈ സൂത്രശാലി. കുറുക്കൻ്റെ മുഖത്തെ ആത്മവിശ്വാസവും കോഴിയുടെ സ്വാഭാവികമായ നിറവും എന്നെ ഏറെ ആകർഷിച്ചു. ഷോപ്പിൽ നിന്നും ഇറങ്ങി വണ്ടിയിലേക്ക് നടക്കുന്നതിനിടെ കുറുക്കനെയും കോഴിയെയും ഒന്നുകൂടി ഞാൻ അറിയാതെ നോക്കിപ്പോയി. അത്രയ്ക്ക് ജീവൻ തുടിക്കുന്നതായിരുന്നു ആ ശില്പം.